നിലാവൊരു തോണി വളയ കള്ള് ഷാപ്പിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. 16-17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി കൊല്ലത്തുള്ളയാണ്. അയാൾ തിരയിൽപ്പെട്ട് മരിച്ചുപോയ സംഭവം ഉണ്ടായി. ഇതെങ്ങനെ വായിക്കേണ്ടത്? ആയുഷ്കാമിയാണ് ഇത്. ഇവിടെയൊക്കെ വന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് തന്നെ കാണണം. ഈ ഫ്രെയിമിലേക്ക് വന്ന് കയറുന്ന ഒരു സ്കൂൾ ബസ്സാണ്. നെത്തോലിക്കോളം ഉപയോഗിക്കുന്ന മീനായത്. അല്ല പല ഏതല്ലേ നാളെ ഇല്ലെങ്കിൽ നാളെ പോകത്തില്ല. താന്നി പാലത്തിനടുത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ചും താന്നി ബീച്ചിനടുത്താണ്. എൻ്റെ തൊട്ട് ബാക്കിൽ ആ വിഷ്വൽ കണ്ടാൽ അറിയാൻ പറ്റും. ഇതൊരു ബോട്ട് ചെട്ടിയാണ്. താന്നി ജലവിഭവ വകുപ്പ് താന്നി ബോട്ട് ചെട്ടി. നമ്മളിവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അടിപൊളി ഒരു കള്ള് ഷാപ്പിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതാ വെറുതെ ഷാപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇത്. ഓക്കെ. സ്കൂൾ ബസ് ഇറങ്ങി വരെ നല്ല ഭംഗിയുണ്ട്. അത് കാണാൻ. ഇവിടെ ഒരു ബോർഡ് കണ്ടോ? നന്ദി മയ്യനാട് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അതാണ്ട് ബോർഡുണ്ട്. ബോർഡെല്ലാം ഫെയ്ഡായിപ്പോയി. സ്വാഗതം കൊല്ലം നഗരസഭ. നമുക്കിനി പോകേണ്ടത് അവിടെ കാർ പോകുന്ന വഴിയുണ്ടോ? അവിടെ ഇങ്ങോട്ടാണ് പോകേണ്ടത്, താന്നി ബീച്ചിലേക്ക്. അടിപൊളി കളർഫുള്ളായൊരു സ്കൂൾ. ഇവിടെ നിർത്തിയോ കേട്ടോ. 30 രൂപയാണ് ഇവിടുത്തെ ഓട്ടോ കൂലി. അത് നല്ല രസമുണ്ട് അല്ലേ കാണാനേ. കണ്ടോ അത് കിട്ടിയിട്ടേക്കുന്നത്. ടെട്രാപോഡ്സൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കാണാൻ ഒരു രസമുണ്ട്. സെൻറ്റ് മൈക്കിൾസ് ചർച്ച് താന്നി 900 മീറ്റർ. ഒരു രക്ഷയില്ല. അന്യായ കാഴ്ചയാണ് കേട്ടോ. അന്യായ കാഴ്ചയാണ്. ഇതൊരു ബീച്ച് എന്ന് പറയാൻ പറ്റത്തില്ല. താന്നി ബീച്ച് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നു. ഞാൻ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കായലാണ്. അരൂർ കായലിൻ്റെ ഭാഗമാണ്. ഇപ്പുറത്ത് കണ്ടത് ഇത്രയും പോർഷനേ ഉള്ളൂ കരഭാഗം. ഇത് തീരദേശ റോഡാണ് കേട്ടോ. കൊല്ലം ട്രിവാൻഡ്രം തീരദേശ റോഡാണ്. കള്ളിമുൾച്ചെടിയാണ് കേട്ടോ. അതുകൊണ്ട് ഈ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നതാണ്. കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാണുന്ന ഇത്ര ഭാഗങ്ങളേ ഉള്ളൂ. അങ്ങേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ബീച്ചൊക്കെ കാണാം. ഇവിടെ നിന്ന് കഴിച്ചാൽ കൊല്ലം ബീച്ച് കാണാം. പിന്നീട് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഒക്കെ ദൂരെ കാണാം. വണ്ടിയൊക്കെ പിന്നെ വേറെ പോകുന്നത് കേട്ടോ. നല്ല കാറ്റടിക്കുന്നത് കേട്ടോ. പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പറയുന്നതും കേട്ടില്ലെങ്കിൽ ആകെ ദുരന്തമായി പോകും. ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. ഇതെന്തോ സംഭവം എനിക്കും മനസ്സിലായില്ല. ചായക്കട ഒരു ഭംഗിയുണ്ട്. ഐഡിയാണ് കേട്ടോ. കൊള്ളാം. കണ്ടൊരു പഴയൊരു വീട്. കായൽ കടൽ, കടൽ കായൽ. അങ്ങനെ നമുക്ക് കാഴ്ചകളിങ്ങനെ മാറി മാറി ഡ്രോൺ ഷോട്ടൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. നമ്മുടെ ഡ്രോൺ ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ താന്നി ബീച്ചിലെത്തി. താന്നി ബീച്ച് എന്ന് പറയുമ്പം ഈ സംഭവങ്ങളൊക്കെ എൻ്റെ ബാക്കി കാണുന്ന സംഭവം ഇതൊക്കെയാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ കെട്ടിങ്ങിട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നിരിക്കാനൊക്കെ. ഇതായി കാണുന്ന കണ്ടില്ലേ ഈ കെട്ടിയിട്ടിരിക്കുന്നത്. വൈകിട്ടൊക്കെ ആകുമ്പോഴേ ഇരിക്കാൻ നല്ല രസം. ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. നല്ല അത്യാവശ്യം നല്ല മണൽ തിട്ടയുണ്ട് ഇവിടെ. വലിയ സ്ട്രോങ് തിരകളൊന്നുമല്ല, ഒരു മീഡിയം ടൈപ്പ് തിരകളാണ്. ഇവിടെ ആൾക്കാർ ഇറങ്ങുമോ എനിക്കറിയത്തില്ല കേട്ടോ. ഇറങ്ങുന്നതെന്ന് കാണുന്നൊന്നുമില്ല. സമയത്ത് നല്ല സ്ട്രോങ് തിരകൾ കയറി വരും കേട്ടോ. അത് ഞാനിങ്ങനെ നിൽക്കുന്ന ഭാഗത്ത് വരെ തിരയും കയറും. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു വിഷയമുണ്ട്. അതായത് നമ്മുടെ പക്ഷേ എന്ന് പറയുന്ന സിനിമയില്ലേ ലാലേട്ടൻ്റെ, അതിൽ മൂവന്തിയായി എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, എനിക്കതാ ഓർമ്മ വരുന്നത്. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം, ഈ ഒരു സോങ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ
നമ്മുടെ ഈ കടലിനെയും കടൽ തിരകളെയൊക്കെ അത്രയും ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യമൊന്നുമല്ല. ഏത് സമയവും ഡേഞ്ചറാണിത്. ഇപ്പം 2-3 ദിവസം മുമ്പ് മാത്രം ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് മാറി കാപ്പിൽ എന്ന് പറയുന്ന ബീച്ചുണ്ട്. അപ്പോൾ ഇഷ്ടമാതിരി ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയ ഒരു 16-17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി, കൊല്ലത്തുള്ളയാണ്. അയാൾ തിരയിൽപ്പെട്ട് മരിച്ചുപോയ സംഭവം ഉണ്ടായിരുന്നു. അവരെ 4-5ഓളം കൂട്ടുകാരായിട്ട് വന്നതായിരുന്നു. മനസ്സിലായോ? ഇതുവരെ കടലിലിറങ്ങിയതായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ വന്നിട്ട് തിരിച്ചു പോകുമ്പം ഒരാളില്ലാതാണ് തിരിച്ചു പോകേണ്ടി വന്നത്. കൂർത്തിരുന്ന പാറ പീസുകളൊക്കെയാണ്. നല്ല തിര അടിച്ചടിച്ച് നല്ല ഷേപ്പായിട്ടുണ്ട്. അന്യായ തിര. ഇവിടെ പതഞ്ഞ് കിടക്കുന്നതൊക്കെ എന്നാ രസമുണ്ട് കാണാൻ അല്ലേ. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഈ വണ്ടി കുറേ കൂടെ സജീവമാകും. ഇവിടെ ഒരു ഹിന്ദിയിലൊരു ബോർഡ്. ഇതങ്ങനെ വായിക്കുന്നത് അല്ല, ഹിന്ദിയല്ല ഇംഗ്ലീഷാണല്ലോ. ഇതെനിക്കിങ്ങനെ വായിക്കാൻ പറ്റില്ല. എന്ത് വായിക്കുന്നേ? ഇതെങ്ങനെ വായിക്കേണ്ടത്? ആയുഷ്കാമിയാണോ? ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ആയുഷ്കാമി. പാരിപ്പള്ളി പുഴിക്കര ഹരിഹര. ഇതിനകത്ത് ചെറിയൊരു കുളം പോലെ ഈ ഭാഗത്ത്, അതിനപ്പുറത്ത് കായൽ. സംഭവം സെറ്റാണ് കേട്ടോ. മീൻ കണ്ടോ? മീൻ കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. വേറെ ലെവൽ സംഭവം ഇവിടെ വന്നത് കേട്ടോ. അതുകൊണ്ട് ഈ പുല്ല് പറന്ന് നിൽക്കുന്നുണ്ടോ, ഒരു ഭംഗിയാണ് അതൊക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കിച്ചിൽ ഒരുപാട് അടിച്ച് പൊട്ടിച്ച് വിട്ടിട്ടേക്കുന്നു, കൂട്ടിയിട്ടേക്കുന്നു. ഒരു വെള്ളം അങ്ങോട്ട് പോകണം കേട്ടോ. യാത്രാ വെള്ളമാണ് കേട്ടോ. 2 പേരിങ്ങനെ തുടങ്ങിയിട്ട് പോവാം. ഇങ്ങോട്ട് ഈ ഒരു കരയിലോട്ടാക്കി പോകണം. ഇത് ഇവിടെയൊക്കെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് തന്നെ കാണണം. കാറ്, ബൈക്ക് ഇതൊക്കെ പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഫ്രെയിമിലും ഭംഗിയാണ്. നമ്മളിവിടെ നിന്ന് നോക്കിയാലും ഭംഗിയാണ്. അവിടെ തെങ്ങിൻ്റെയൊക്കെ ഭയങ്കര കാഴ്ച. ആ ഒരു കൊക്കിരിക്കുന്നു കാണുന്ന സംഭവം. ഇതാണ് കണ്ടോ ഫൈബറിൻ്റെ സാധനമാണ്. അതിവിടെ ഇങ്ങനെ കൊണ്ട് കെട്ടിയിട്ടൊക്കെ വേണം കേട്ടോ. ഉണ്ടോ? കുറച്ച് കെട്ടിയിട്ട് പോവാം. ഇത് കെട്ടിയിട്ടില്ലെങ്കിൽ കാറ്റടിക്കുന്നതനുസരിച്ച് ഇത് ഇളകി എങ്ങോട്ടേലും പോകും. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഒരു ഗോൾ പോസ്റ്റ് വന്നു. അതിലേക്ക് ഈ ഫ്രെയിമിലേക്ക് വന്ന് കയറുന്നൊരു സ്കൂൾ ബസ്സാണ്. കുറേ വാഹനങ്ങൾ വരുന്നുണ്ട്. പച്ചയും മഞ്ഞയും ഓട്ടോയുടെ കളർ, നല്ല കളർ കോമ്പിനേഷനാണ്. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡ് കാണും. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ചായ, കോഫി. ഇതുണ്ടോ ഈ സൈഡിൽ ഈ തെങ്ങ് നിൽക്കുന്നൊരു ഭംഗിയുണ്ട്. ആ ഫ്രെയിമിലേക്ക് തെങ്ങൂട് കയറി വന്നപ്പം ഒരു വേറെ ലെവലായി. മുള കൊണ്ടുള്ള ഇരിപ്പിടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഈ വെള്ളമാണ് ആ വെള്ളം. ഉണ്ടോ? എന്തൊക്കെ സാധനങ്ങൾ. ഇതെന്തോ ഈ ഒരു ചൂണ്ട പോലെ കൊടുക്കുന്നല്ല. ഇതെന്തോ പറയുന്നേ? ഇതെന്തോ പറയും. റോപ്പുകൾ. ഈ വെള്ളത്തിൻ്റെ ഈ തണലത്തെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കണ്ണടച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ നമ്മൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും.
കേട്ടോ. ഞാൻ നേരത്തെ ഇരുന്ന ഭാഗത്തേ ഒരു പട്ടി വന്ന് കിടക്കുന്നത്, ആ തണൽ പറ്റിയേ. ആ ഹാ ഹാ. ഓ, നെത്തോലിക്കോളം ഉപയോഗിക്കുന്ന മീനായത്. അല്ല, പല ഏതല്ലേ നാളെ ഇല്ലെങ്കിൽ നാളെ പോകത്തില്ല. ഇത് കങ്കൂസ് അല്ലയോ? ഇത് അല്ലയോ? പഞ്ഞിനൂര അല്ലയോ? പട്ടുനൂലിന്റെ പോലെ ഒരു സംഭവം. എന്തിനീ കട്ടമരയിലെ കമിഴ്ത്തി ഇട്ടേക്കുന്നേ? വല അടിക്കുമ്പോണ്ട്. ഓ ആ. അല്ല, ഇത് ഞാനിത് യൂട്യൂബിൻ്റെ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? വീഡിയോ എടുക്കുന്ന കുഴപ്പമുണ്ടോ? ഇതുപോലെ ഇപ്പം കണി കാണാനില്ല. സലാബുദ്ദീൻ എത്ര ഭാഗത്താണ്? 19ഓളം ഈ ഫൈബർ കട്ടമരങ്ങളുണ്ട് കേട്ടോ. പണ്ട് തടിയാണ്. കുറേ ഷെഡുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഷെഡ് ഒരുപാടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ കാണാൻ ഒരു വലിയൊരു വള്ളമേ. ഈ റോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറേ ഡാമേജ് ഉണ്ട്. അതായത് കുറേ ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോ ചെയ്ത മയ്യനാട് ആ പരവൂര് റെയിൽവേ ബ്രിഡ്ജ് അങ്ങേ അറ്റം കാണാൻ പറ്റും കേട്ടോ. ആ ഭാഗത്ത് കാണാം. അവിടെ നിന്ന് നമ്മുടെ ഈ ഭാഗങ്ങളെ കണ്ടതാണ്. ഒരു രസമുണ്ട്. നമ്മൾ മുൻപ് കണ്ട വീഡിയോ സ്ഥലം വേറൊരു സൈഡിൽ നിന്ന് കാണുമ്പോഴേ. ഇതൊരു ഗസ്റ്റ് ഹൗസും റെസ്റ്റോറൻ്റൊക്കെയാണിത്. ഇത് 3 കിറ്റൻസ്. കോട്ടയം രണ്ട് ഫോറിനേഴ്സ് വന്നതാണ്. അവിടുത്തെ ഗസ്റ്റുകളാണ് ഇന്നത്തെ ഗസ്റ്റ്. ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ട് കാണാം. ചെറിയൊരു കോർട്ടാണ്. ഒരുപാട് കട്ടമരങ്ങൾ കേട്ടോ. കട്ടമരങ്ങൾ തൊഴിലാളികൾ അവിടെ വലകളെല്ലാം റെഡിയാക്കുകയാണ്. ഭക്ഷണം കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക്? ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോയിട്ട് വന്നതാണോ? അതോ വീട്ടിൽ പോയിട്ട് വന്നതാ. ആ, ഇതങ്ങനെ 1 മണിക്കൂറോ ജോലി ഉണ്ടാവുമോ? മണിക്കൂറില്ല, 1 മണിക്കൂർ തീർത്ത് 2-3 മണിക്കൂറെങ്കിലും എടുക്കും. 100 കണക്കിന് ഫൈബർ കട്ടമരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ലക്ഷ്മിപുരം തോപ്പ് വേളാങ്കണ്ണി മാത. സംഭവേ ഞാനൊരു കാര്യം കാണിക്കാം. അതായത് ഞാനീ നിൽക്കുന്ന ഈ ഭാഗം കണ്ടോ? ഈ ഭാഗത്ത് ഞാനിപ്പം നിൽക്കുന്നത് മയ്യനാട് ഗ്രാമപഞ്ചായത്തിലാണ്. ഞാൻ നേരെ നടന്നങ്ങ് പരവൂർ നഗരസഭ കയറി. പരവൂർ നഗരസഭയുടെയും മയ്യനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡറാണ്. എൻ്റെ ഈ ഭാഗം കണ്ടോ? ഇതാണ് ബോർഡർ. അത് പരവൂർ നഗരസഭയുടെ ഭാഗങ്ങളാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം വാഹനമൊക്കെ. ആ റോഡ് അടിപൊളിയായിട്ട് റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടം വരെ വന്നിട്ട് ഇതുണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് മയ്യനാട് ഗ്രാമപഞ്ചായത്താണ്. റോഡ് കുറച്ച് മോശമാണ്, കുറച്ച് നല്ല അത്യാവശ്യം കുറച്ച് ഭാഗങ്ങൾ മോശമാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ടോ എത്ര വാഹനങ്ങളാണ് സെക്കൻഡിന് 10-15 വാഹനങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ട് ഇരു സൈഡിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ത് മീനായിരിക്കുന്നത് നീളത്തിൽ കിടക്കുന്നത്? വാള ഇല്ലേ? ഉണക്കമീനുണ്ട്. വിവിധ ഐറ്റം ഉണക്കമീനുകളൊക്കെയാണ്. അമ്മയുടെ സ്ഥലം എവിടെ? പരവൂർ പൊടിക്കര തന്നെ. ഇതാണോ വീട്? അതിനപ്പുറത്താണ് വീട്. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം കുറവ്. ഞാൻ ഇന്നാണ് ഇത് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നല്ലോ അവിടെ ഈ ഭാഗത്തല്ല. മീനും കുറവായില്ലേ? ശരി. അമ്മയുടെ പേരെന്തു? പുഷ്പമ്മയില്ലേ? ശരി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഇവിടുന്ന് തുടങ്ങിയത് താന്നി പാലത്തിനടുത്ത് നിന്ന് തുടങ്ങിയ വീഡിയോ ഇവിടെ മയ്യനാട് നമ്മുടെ പൊഴിക്കര കടപ്പുറത്ത് വന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.